ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എയർടെലിന്റെ EMI കാർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിന്റെ EMI കാർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബജാജ് EMI കാർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ മൂന്നെണ്ണത്തിന്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ ഇത് മൂന്നെണ്ണം സെയിം ആണോ എന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഇത് എല്ലാം ഒന്നാണോ. അപ്പോൾ ബജാജ് EMI കാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ടായിരിക്കും. ഇത് ആക്ച്വലി ഇപ്പൊ നമുക്ക് ഫിസിക്കൽ കാർഡൊന്നും കിട്ടില്ല, പണ്ടൊക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ കാർഡ് മാത്രമല്ലോ. നമുക്കൊരു ബജാജ് ഫിൻസർവിന്റെ ആപ്പ് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാർഡ് കാണാം. നമുക്കൊരു സെപ്പറേറ്റ് ലിമിറ്റ് കിട്ടും. നമുക്കതിൽ നോ കോസ്റ്റ് EMI പ്രൊഡക്ട്സ് വാങ്ങിക്കാം. അതൊരു ക്രെഡിറ്റ് കാർഡ് അല്ല, അതൊരു EMI കാർഡാണ്. അതായത് നമുക്ക് ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകൾ, ബജാജിന്റെ ടൈപ്പ് ഉള്ള പ്രൊഡക്ട്സ് സാധനങ്ങൾ, നമുക്ക് ഫർണിച്ചർ, അങ്ങനത്തെ ചില കടകളിൽ മാത്രം അവർക്ക് ടൈപ്പ് ഉണ്ടായിരിക്കും, അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലൊക്കെ നിങ്ങൾക്ക് മിക്കവാറും ഡൗൺ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കാൻ പോയി, ഒരു 50,000 ഫോൺ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 10,000 രൂപ ചിലപ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ വരും. ബാക്കിയുള്ളത് നമുക്ക് ചിലപ്പോൾ EMI ആയിട്ട് അടച്ചാൽ മതി, നോ കോസ്റ്റ് EMI ആയിട്ട് അടച്ചാൽ മതി. അങ്ങനെയാണ് നമുക്ക് ഈ ബജാജ് എല്ലാ EMI കാർഡും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് അല്ല. നമുക്ക് ക്യാഷ് എടുക്കാനോ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് വേറെ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും ഈ കാർഡ് കൊണ്ട് പറ്റില്ല. അതാണ് ഡിഫറൻസ് ക്രെഡിറ്റ് കാർഡും EMI കാർഡായിട്ട്. അപ്പോൾ കുറേ പേർക്ക് സംശയം ചോദിച്ചാൽ മിക്കവരും കമന്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇത് നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റുമോ, ഇതിൽ നമുക്ക് പ്രൊഡക്ട്സ് സൂപ്പർ മാർക്കറ്റിൽ പോയി പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് സ്ഥിരം വരുന്ന കമന്റാണ്. അപ്പോൾ എയർടെലിന്റെ EMI കാർഡ് എന്ന് പറയുന്നതും ഈ ബജാജ് EMI കാർഡ് തന്നെയാണ്. അവർ ജസ്റ്റ് ഒരു ബ്രാൻഡായിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെയിം സംഭവമൊക്കെ ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെ, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ EMI കാർഡാണ് നോക്കുകയാണെങ്കിൽ പിന്നെയും ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുറച്ച് റിവാർഡ് റേറ്റ് അത്യാവശ്യം കുറച്ച് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സംഭവം നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഈ മൂന്നെണ്ണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിന്റെ EMI കാർഡാണ് ബെറ്റർ. പക്ഷേ ഇതെല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ഈ കാർഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കത് ഓഫ്ലൈനിൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇതിന് ജോയിൻ ഫീസ് വരും, മാനുവൽ ഫീസ് വരും, പ്രോസസ്സിംഗ് ചാർജ് വരും. ഇതെല്ലാം കൺസ്യൂമർ ലോൺ ആയിട്ടാണ് വരിക. നമ്മളിപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു 4 പ്രൊഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിബിലിൽ വരാൻ പോകുന്നത് 4 കൺസ്യൂമർ ലോൺ ആയിട്ടാണ്, അല്ലാണ്ട് ക്രെഡിറ്റ് കാർഡ് പോലെയല്ല. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആണ്. നമുക്കൊരു ലിമിറ്റ് തരുന്നത് മാത്രമല്ല, അല്ലാണ്ട് വേറെ ഡിഫറൻസും കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെയിം തന്നെയാണ്, ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിനൊന്നിനും ഫിസിക്കൽ കാർഡ് ഉണ്ടാവില്ല, എല്ലാം വെർച്വൽ കാർഡ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പിൽ കാണാം, എയർടെലിൻ്റെ കാർഡാണെങ്കിൽ എയർടെലിൻ്റെ ആപ്പിൽ കാണാം, ബജാജിൻ്റെ ഡയറക്റ്റ് EMI കാർഡാണെങ്കിൽ അവരുടെ ബജാജ് ഫിൻസർവിൻ്റെ ആപ്പിൽ കാണാം. അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഫോൺ നമ്പർ വെച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കാർഡ് നമ്പർ കൊടുക്കണമെന്നില്ല കേട്ടോ. എല്ലാം മൊബൈൽ നമ്പർ ബേസ്ഡ് ആണ്. അപ്പോൾ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ല ഹിഡൻ ചാർജുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. ചാടിക്കേറി എല്ലാത്തിനും ഓക്കെ കൊടുക്കുക. ഇവർ ചിലപ്പോൾ അതിനോട് ഇടയ്ക്കോടെ ഇൻഷുറൻസും ഒക്കെ ആഡ് ചെയ്യും. അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്യുക. സൈൻ ഉണ്ടാവില്ല, ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ അപ്രൂവ് ആണല്ലോ. അപ്പോൾ അത് മാത്രം, അല്ലെങ്കിൽ OTP ഷെയർ ചെയ്യാം. ഇതെല്ലാം നോക്കിയിട്ടെന്ന് വെച്ചാൽ ഹിഡൻ ചാർജ് വന്ന് നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവരെല്ലാം ഒരു ഫിനാൻസ് ബിസിനസ്സുകാരാണ് ചെയ്യുന്നത്. അപ്പോൾ നോ കോസ്റ്റ് EMI അവർ ഇനീഷ്യലി കുറേ ചാർജ് വാങ്ങിക്കും, എന്നാലും അവർക്ക് ലാഭം കിട്ടുള്ളൂ. അല്ലാണ്ട് ലാഭമുണ്ട് നോ കോസ്റ്റ് EMI, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഇനീഷ്യലി ഒരു പ്രോസസ്സിംഗ് ചാർജ് വന്നിട്ടും ഇഷ്ടം പോലെ ചാർജുകൾ ചിലപ്പോൾ വാങ്ങിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം അപ്രൂവ് കൊടുക്കുക. പ്രത്യേകിച്ച് ബജാജിൻ്റെ എല്ലാ പ്രൊഡക്ട്സുകളും ഇട്ടാൽ എന്നുവെച്ചാൽ അവർ കത്തി ഇൻട്രസ്റ്റ് റേറ്റാണ് പിടിക്കുക. NBFC ആണല്ലോ, കത്തി എന്ന് പറഞ്ഞാൽ കത്തിയായിരിക്കും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ബജാജിൻ്റെ എക്സാമ്പിളായിട്ട് ബജാജ് ഫിൻസർവിൻ്റെ പേഴ്സണൽ ലോൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല കത്തി എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആക്ച്വലി പണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് മുമ്പൊക്കെ ഞാൻ ബജാജ് ഫിൻസർവിൻ്റെ EMI കാർഡ് ഉപയോഗിക്കേണ്ടായിരുന്നാണ് കേട്ടോ. ഞാൻ ഒരു 2-3 കൊല്ലമൊക്കെ ഉപയോഗിച്ചാണ്, എനിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ സാധനങ്ങൾ നോക്കിയിട്ട് മാത്രം അപ്രൂവൽ കൊടുക്കുക. ഞാൻ അടുത്ത സമയത്തൊക്കെ നമുക്ക് ഫിസിക്കൽ കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം ഒരു 5-8 പ്രൊഡക്ട്സ് ഒക്കെ അത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നോ കോസ്റ്റ് EMI ആണല്ലോ, ഇനീഷ്യലി നമുക്കൊരു പ്രോസസ്സിംഗ് ചാർജ് മാത്രം വരാറുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മതി. ഇപ്പോൾ കുറേ പേര് നമുക്ക് ഇതുപോലെ കമന്റ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു ചാർജ് വന്നു, അവർ വരുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു, പക്ഷേ നമുക്ക് ബില്ല് ഡീറ്റെയിൽഡ് EMI നോക്കിയപ്പോൾ അത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുത്തു, എന്നിട്ടാണ് അത് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം കൺഫേം ചെയ്തിട്ട് മാത്രം അപ്രൂവ്. അവർ കടക്കാരെ വേഗം ചെയ്യലും കിട്ടില്ല എന്നൊക്കെ പറയും. അല്ലെങ്കിൽ വേണ്ടെന്നൊക്കെയാ വെച്ചാൽ എന്നാലും നമ്മൾ ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് എല്ലാം പഠിപ്പിക്കാൻ നോക്കുക. അത് ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് പറയും. ഇൻഷുറൻസ് നിർബന്ധമൊന്നുമല്ല, അത് വേറെ കാര്യം, അങ്ങനെ റൂളേ ഇല്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇതുപോലെ സേവിങ്സ് അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് നിർബന്ധം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മയാണ് കേട്ടോ, വെറുതെ അവരുടെ ടാർഗറ്റ് കമ്മീഷൻ കിട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ ബജാജ് ഫിൻസർവ് അല്ലെങ്കിൽ ബജാജ് അല്ലെങ്കിൽ EMI കാർഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് അല്ല കേട്ടോ. അതുപോലെ തന്നെ ഈ 3 ഐറ്റംസും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല.